ഹലോ എവരിവൺ. ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് 2025 ജൂലൈയിൽ നടന്ന +2 തുല്യത ഇംഗ്ലീഷ് പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. നിങ്ങൾ ഈ ഒരു ചോദ്യപേപ്പർ പഠിക്കുമ്പോൾ 2025 അക്ഷര കൈരളി ഇംഗ്ലീഷ് ചോദ്യപേപ്പർ കൂടി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളതെന്ന്. മുൻവർഷത്തെ ചോദ്യപേപ്പറുകൾ മാത്രം പഠിച്ചാൽ തന്നെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പരീക്ഷ പാസ്സാകാൻ സാധിക്കും. ഒരുപാട് ഇംഗ്ലീഷ് ചോദ്യപേപ്പറുകളും ഓരോ ചാപ്റ്ററിൻ്റെയും ചോദ്യോത്തരങ്ങളും നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നമുക്ക് ചോദ്യപേപ്പറിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഓഫ് ദ പോം റിമെമ്പർ മീ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. Questions 1 to 4. Attempt all questions. Each question carries 1 score. താഴെ കൊടുത്തിരിക്കുന്ന വരികൾ വായിച്ച ശേഷം 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും 1 മാർക്ക് വീതം. വരികൾ വായിക്കാം. Remember me. I am the girl with the dark skin whose shoes are thin. I am the girl with the rotted teeth. I am the girl with the wounded eye and the melted ear. ഇത് റിമെമ്പർ മീ എന്ന കവിതയിലെ വരികളാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ദ പോം റിമെമ്പർ മീ ഈസ് റിട്ടൺ ബൈ. റിമെമ്പർ മീ എന്ന കവിത എഴുതിയത് ആരാണ്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വില്യം ഷേക്സ്പിയർ, ആലിസ് വോക്കർ, സുധാമൂർത്തി. ആൻസർ ആലിസ് വോക്കർ. ആലിസ് വോക്കർ ആണ് റിമെമ്പർ മീ എന്ന കവിത എഴുതിയത്. അടുത്ത ചോദ്യം, നെയിം ദ ഫിഗർ ഓഫ് സ്പീച്ച് എംപ്ലോയ്ഡ് ഇൻ ദ ലൈൻ ഐ ആം ദ ഗേൾ. ഐ ആം ദ ഗേൾ എന്ന വരിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് അലങ്കാരം ഏതാണ്? ഓപ്ഷൻസ് സിമലി, ഹൈപ്പർബലി, മെറ്റഫോർ. ആൻസർ മെറ്റഫോർ. രൂപകമാണ് ഐ ആം ദ ഗേൾ എന്ന വരിയിൽ ഉപയോഗിച്ചിരിക്കുന്ന അലങ്കാരം. അടുത്ത ചോദ്യം, ഹു ഈസ് എ സ്പീക്കർ ഇൻ ദ പോം. ഈ കവിതയിലെ സ്പീക്കർ ആരാണ്? ഓപ്ഷൻസ് ബ്ലാക്ക് വിമൻ, വൈറ്റ് മാൻ, വൈറ്റ് വിമൻ. കറക്റ്റ് ആൻസർ ബ്ലാക്ക് വിമൻ. കറുത്ത വർഗ്ഗക്കാരായ സ്ത്രീകളാണ് ഈ കവിതയിലെ സ്പീക്കർ. അടുത്ത ചോദ്യം, ദ വേർഡ് റോട്ടഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. റോട്ടഡ് കേടുവന്ന എന്ന വാക്ക് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് ഐ, ഇയർ, ടീത്ത്. ആൻസർ ടീത്ത്. പല്ലുകളായിട്ടാണ് റോട്ടഡ് കേടുവന്ന എന്ന വാക്ക് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം, റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഓഫ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. താഴെ കൊടുത്തിരിക്കുന്ന പാഠഭാഗം വായിച്ച ശേഷം തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും ഓരോ മാർക്ക് വീതം. പാസേജ് വായിക്കാം. One of her novels called Kashi Yatra was appearing as a serial in the Kannada weekly Karmaveera then. അവരുടെ കാശിയാത്ര എന്ന നോവൽ അക്കാലത്ത് കർമ്മവീര എന്ന കന്നഡ വാരികയിൽ ഒരു പരമ്പരയായി പ്രസിദ്ധീകരിക്കുന്നുണ്ടായിരുന്നു. It is the story of an old lady and her ardent desire to go to Kashi or Varanasi. കാശി, വാരണാസി എന്നിവിടങ്ങളിലേക്ക് പോകാനുള്ള പ്രായമായൊരു സ്ത്രീയുടെ തീവ്രമായ ആഗ്രഹത്തെക്കുറിച്ചുള്ള കഥയാണിത്. Most Hindus believe that going to Kashi and worshipping Lord Vishweshwara is the ultimate punya. കാശി സന്ദർശിച്ച് വിശ്വേശ്വരനെ ആരാധിക്കുന്നത് പരമമായ പുണ്യമാണെന്ന് ഭൂരിഭാഗം ഹിന്ദുക്കളും വിശ്വസിക്കുന്നു. ദിസ് ഓൾഡ് ലേഡി ഓൾസോ ബിലീവ് ഇൻ ദിസ് ആൻഡ് ഹർ സ്ട്രഗിൾ ടു ഗോ ദെയർ വാസ് ഡിസ്ക്രൈബ് ഇൻ ദാറ്റ് നോവൽ. ഈ പ്രായമായ സ്ത്രീയും അങ്ങനെ വിശ്വസിച്ചിരുന്നു. അവിടേക്ക് പോകാനായി അവർ നടത്തിയ പരിശ്രമങ്ങളാണ് ആ നോവലിൽ വിവരിച്ചിരുന്നത്. In the story, there was also a young orphan girl who falls in love, but there was no money for the wedding. ആ കഥയിൽ ഒരു അനാഥ പെൺകുട്ടിയും ഉണ്ടായിരുന്നു. അവൾക്ക് ഒരു പ്രേമവും ഉണ്ടായിരുന്നു. എന്നാൽ വിവാഹം നടത്താൻ പണം ഉണ്ടായിരുന്നില്ല. In the end, the old lady gives away all her savings without going to Kashi. അവസാനം ആ സ്ത്രീ കാശിക്ക് പോകാതെ തൻ്റെ സമ്പാദ്യം മുഴുവൻ ആ പെൺകുട്ടിക്ക് നൽകുന്നു. She says, the happiness of this orphan girl is more important than worshipping Lord Vishweshwara at Kashi. കാശിയിൽ പോയി വിശ്വേശ്വരനെ ആരാധിക്കുന്നതിനേക്കാൾ പ്രധാനം ഈ അനാഥ പെൺകുട്ടിയുടെ സന്തോഷമാണെന്ന് അവർ പറയുന്നു. ചോദ്യം നോക്കാം. ദ പാസേജ് ഈസ് ടേക്കൺ ഫ്രം. ഈ പാഠഭാഗം ഏതിൽ നിന്ന് എടുത്തതാണ്? ഓപ്ഷൻസ് ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ്, മൈ എക്സെൻട്രിക് ഗേൾസ് മദേഴ്സ് ഡേ. ആൻസർ ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് എന്ന ചാപ്റ്ററിലെ ഭാഗമാണിത്.
അടുത്ത ചോദ്യം, ദ ടൈറ്റിൽ ഓഫ് ദ നോവൽ റെഫർ ഇൻ ദ പാസേജ് ആസ്. ഈ പാഠഭാഗത്തിൽ പരാമർശിച്ചിരിക്കുന്ന നോവലിൻ്റെ പേരെന്താണ്? ഓപ്ഷൻസ്: പുണ്യ, കാശിയാത്ര, കർമ്മവീര. ആൻസർ: കാശിയാത്ര. കാശിയാത്ര എന്നാണ് നോവലിൻ്റെ പേര്. കർമ്മവീര എന്നത് മാഗസിൻ്റെ പേരാണ്, രണ്ടും മാറിപ്പോകരുത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് പുണ്യ ഇൻ ദ പാസേജ്? ഇതിൽ പറയുന്ന പരമമായ പുണ്യം എന്താണ്? ആൻസർ: ഗോയിങ് ടു കാശി ആൻഡ് വർഷിപ്പിംഗ് ലോർഡ് വിശ്വേശ്വര. കാശിയിൽ പോയി വിശ്വേശ്വരനെ ആരാധിക്കുക എന്നതാണ് പരമമായ പുണ്യം. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദി അൾട്ടിമേറ്റ് ഹാപ്പിനെസ് അക്കോർഡിംഗ് ടു ദി ഓൾഡ് ലേഡി? പ്രായമായ സ്ത്രീയുടെ അഭിപ്രായത്തിൽ പരമമായ സന്തോഷം എന്താണ്? ആൻസർ: ദ ഹാപ്പിനെസ് ഓഫ് ദി ഓർഫൻ ഗേൾ. അനാഥയായ പെൺകുട്ടിയുടെ സന്തോഷം. അടുത്ത ചോദ്യം, അറ്റംപ്റ്റ് എനി 3 ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 2 സ്കോർസ്. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 2 മാർക്ക് വീതം. ചോദ്യം നോക്കാം. റൈറ്റ് 2 സ്ലോഗൻസ് ഇൻ ഫേവർ ഓഫ് സച്ചിൻ ടെണ്ടുൽക്കർ ടു എക്സ്പ്രസ് യുവർ അഡ്മിറേഷൻ ഓഫ് ഹിസ് എക്സലൻസ്. വൺ ഈസ് ഡൺ ഫോർ യു. സച്ചിൻ ടെണ്ടുൽക്കറുടെ മികവിനോടുള്ള നിങ്ങളുടെ ആദരവ് പ്രകടിപ്പിക്കുന്നതിനായി അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് 2 സ്ലോഗൻസ്, മുദ്രാവാക്യങ്ങൾ എഴുതുക. ഒരെണ്ണം നിങ്ങൾക്ക് ഉദാഹരണമായി കൊടുത്തിട്ടുണ്ട്. വെൻ സച്ചിൻ ഈസ് ബാറ്റിംഗ് ഈവൻ ഗോഡ് ഈസ് വാച്ചിങ്. സച്ചിൻ ബാറ്റ് ചെയ്യുമ്പോൾ ദൈവം പോലും കാണുന്നു. ആൻസർ നോക്കാം. സച്ചിൻ ബാറ്റ്സ് ഇന്ത്യ ക്ലാപ്സ്. സച്ചിൻ ബാറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യ കൈയടിക്കുന്നു. സച്ചിൻ ഈസ് ബാറ്റിംഗ് ദ വേൾഡ് ഈസ് വാച്ചിങ്. സച്ചിൻ ബാറ്റ് ചെയ്യുന്നു, ലോകം കാണുന്നു. വൺ നെയിം വൺ ലെജൻഡ് സച്ചിൻ ടെണ്ടുൽക്കർ. ഒരു പേര്, ഒരു ഇതിഹാസം, സച്ചിൻ ടെണ്ടുൽക്കർ. അടുത്ത ചോദ്യം, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് യൂസിങ് ആസ് സൂൺ ആസ് ഓർ സോ ദാറ്റ്. ആസ് സൂൺ ആസ് അല്ലെങ്കിൽ സോ ദാറ്റ് എന്നിവ ഉപയോഗിച്ച് വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കുക. 2 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഐ ആം ഗോയിങ് ടു ഹാവ് എ ഷവർ ഡാഷ് I get home. Next one, we will send you an SMS dash you can arrive on time. Answer നോക്കാം. I am going to have a shower as soon as I get home. വീട്ടിലെത്തിയാൽ ഉടൻ തന്നെ ഞാൻ കുളിക്കാൻ പോകുകയാണ്. as soon as എന്നാൽ ഉടൻ എന്നാണ് മീനിങ്. ഈ സെന്റൻസിന് യോജിക്കുന്നത് as soon as ആണ്. Next one, we will send you an SMS so that you can arrive on time. ഞങ്ങൾ നിനക്ക് ഒരു SMS അയക്കാം, അതിനാൽ നിനക്ക് കൃത്യസമയത്ത് എത്തിച്ചേരാനാകും. so that എന്നാൽ അതിനാൽ എന്നാണ് മീനിങ്. അടുത്ത ചോദ്യം, what is an epitaph? എന്താണ് ഒരു epitaph? An inscription on the gravestone in memory of the deceased is known as epitaph. മരിച്ചയാളുടെ സ്മരണയ്ക്കായി ശവകുടീരത്തിൽ കൊത്തിവച്ചിരിക്കുന്ന എഴുത്തിനെയാണ് എപ്പിറ്റാഫ് എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ 24ാമത്തെ പേജിൽ എന്താണ് എപ്പിറ്റാഫ് എന്ന് എക്സാമ്പിൾ സഹിതം കൊടുത്തിരിക്കുന്നതാണ്. ആക്ടിവിറ്റി 1 എന്നതിൻ്റെ അടിയിൽ ഇതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. താഴെ പ്രശസ്തരായ 3 പേരുടെ എപ്പിറ്റാഫ് എക്സാമ്പിളായി കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ എപ്പിറ്റാഫ് എന്താണെന്നും ഒരു എക്സാമ്പിൾ എഴുതാനും പറഞ്ഞാൽ ഇത് ചെറുത് ഒരെണ്ണം പഠിച്ചു വയ്ക്കുക. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ പ്ലേ മദേഴ്സ് ഡേ ടോക്ക് അബൌട്ട്? മദേഴ്സ് ഡേ എന്ന നാടകം എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ചൂസ് എനി 2 റൈറ്റ് ഓപ്ഷൻസ് ഫ്രം ദ ഫോളോയിങ്. താഴെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് 2 എണ്ണം തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻസ് നോക്കാം. സെലിബ്രേഷൻ ഓഫ് മദേഴ്സ് ഡേ, മാതൃദിനാഘോഷം. കോമെമ്മറേഷൻ ഓഫ് മദേഴ്സ്, അമ്മമാരെ ആദരിക്കൽ. ദ സ്റ്റേറ്റസ് ഓഫ് എ മദർ ഇൻ എ ഫാമിലി, കുടുംബത്തിൽ അമ്മയ്ക്കുള്ള സ്ഥാനം. ദ ഡ്യൂട്ടീസ് ഓഫ് എ മദർ ഇൻ എ ഫാമിലി, കുടുംബത്തിൽ അമ്മയ്ക്കുള്ള ചുമതലകൾ. ആൻസർ നോക്കാം. ദ സ്റ്റേറ്റസ് ഓഫ് എ മദർ ഇൻ എ ഫാമിലി, കുടുംബത്തിൽ അമ്മയ്ക്കുള്ള സ്ഥാനം. ദ ഡ്യൂട്ടീസ് ഓഫ് എ മദർ ഇൻ എ ഫാമിലി, കുടുംബത്തിൽ അമ്മയ്ക്കുള്ള ചുമതലകൾ. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് കണ്ടുപിടിച്ച് എഴുതുക. ആസ് ഹി ഡിഫീറ്റഡ് ഡൈങ് ഓൺ ഹൂസ് ഫോർബിഡൻ ഇയർ. ഓപ്ഷൻസ്: ട്രാൻസ്ഫർ എപ്പിത്തറ്റ്, മെറ്റഫോർ, സിമലി. ആൻസർ: ട്രാൻസ്ഫർ എപ്പിത്തറ്റ്. നെക്സ്റ്റ് വൺ, വേർ ആർ ഫോറസ്റ്റ് ഹോട്ട് ആസ് ഫയർ, വൈഡ് ആസ് ഇംഗ്ലണ്ട്, ടോൾ ആസ് എ സ്പയർ. ഓപ്ഷൻസ്: സിമലി, മെറ്റഫോർ, hyperbole. Answer: simile. Answer any 5 of the following. Each question carries 4 scores.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 4 മാർക്ക് വീതം. ചോദ്യം നോക്കാം. ഇമാജിൻ ദാറ്റ് യു ആർ ഗോയിങ് ടു ഇൻ്റർവ്യൂ എ ഫേമസ് മലയാളം ഫിലിം ഡയറക്ടർ ബേസിൽ ജോസഫ്. വാട്ട് വുഡ് യു ആസ്ക് ഹിം? പ്രിപ്പയർ 4 ക്വസ്റ്റ്യൻസ് ഫോർ ഇൻ്റർവ്യൂയിങ് ഹിം. പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകനായ ബേസിൽ ജോസഫിനെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുകയാണെന്ന് സങ്കല്പിക്കുക. അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ 4 ചോദ്യങ്ങൾ തയ്യാറാക്കുക. ആൻസർ നോക്കാം. സർ, ഹൗ ഡിഡ് യു സ്റ്റാർട്ട് യുവർ ജേർണി ആസ് എ ഫിലിം ഡയറക്ടർ? ഒരു ചലച്ചിത്ര സംവിധായകൻ എന്ന നിലയിലുള്ള താങ്കളുടെ യാത്ര എങ്ങനെയാണ് ആരംഭിച്ചത്? നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് യുവർ മൂവീസ് ഡു യു ലൈക്ക് ദ മോസ്റ്റ് ആൻഡ് വൈ? താങ്കളുടെ സിനിമകളിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എന്തുകൊണ്ട്? നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് പാർട്ട് ഓഫ് മേക്കിംഗ് എ ഫിലിം? ഒരു സിനിമ നിർമ്മിക്കുന്നതിലെ ഏറ്റവും പ്രയാസകരമായ ഭാഗം ഏതാണ്? നെക്സ്റ്റ് വൺ, വാട്ട് അഡ്വൈസ് വിൽ യു ഗിവ് ടു സ്റ്റുഡൻസ് ഹു വാണ്ട് ടു ബിക്കം ഡയറക്ടേഴ്സ്? സംവിധായകരാകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് അഡ്വൈസ്, ഉപദേശമാണ് നൽകാനുള്ളത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് വേർഡ്സ് ഗിവൺ ബിലോ ടു മേക്ക് സെൻസിബിൾ സെൻറ്റൻസസ്. താഴെ നൽകിയിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കുക. ഇത് നിങ്ങളുടെ പുസ്തകത്തിലെ 84-ാമത്തെ പേജിലുള്ള ആക്ടിവിറ്റിയാണ്. ഇതിനു മുൻപ് ഗുഡ് മാനേഴ്സ് എന്ന ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ വിശദമായി പറഞ്ഞതാണ്. പലതവണ എക്സാമിന് ആവർത്തിച്ച് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അറ്റാക്ക്, ഫ്രജൈൽ, സിമ്പതി, ആർട്ടിഫിഷ്യൽ എന്നിങ്ങനെ 4 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. യോജിക്കുന്നവ എഴുതുക. ഓരോന്നായി നോക്കാം. ഐ ഹാവ് നോ സിമ്പതി ഫോർ പീപ്പിൾ ഹൂ മിസ്ബിഹേവ് വിത്ത് ദെയർ പെറ്റ്സ്. തങ്ങളുടെ വളർത്തുമൃഗങ്ങളോട് മോശമായി പെരുമാറുന്നവരോട് എനിക്ക് യാതൊരു സിമ്പതിയും സഹതാപവും ഇല്ല. സിമ്പതി എന്ന വേർഡ് ആണ് ഇവിടെ യോജിക്കുന്നത്. നെക്സ്റ്റ് വൺ, ദീസ് ഫ്ലവേഴ്സ് ആർ ആർട്ടിഫിഷ്യൽ ബട്ട് ലുക്ക് ആസ് ദോ ദേ വെയർ റിയൽ. ഈ പൂക്കൾ ആർട്ടിഫിഷ്യൽ, കൃത്രിമമാണ്, പക്ഷേ അവ ഒറിജിനൽ ആണെന്ന് തോന്നും. ഇവിടെ ആർട്ടിഫിഷ്യൽ എന്ന വേർഡാണ് യോജിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഹി ഹാസ് ഹാഡ് ആൻ അറ്റാക്ക് ഓഫ് ഫീവർ. അവന് പനി പിടിച്ചു. ഇവിടെ അറ്റാക്ക് എന്ന വേർഡാണ് യോജിക്കുന്നത്. നെക്സ്റ്റ് വൺ, ദോസ് ടോയ്സ് ആർ മെയ്ഡ് ഓഫ് ഗ്ലാസ് ആൻഡ് ആർ വെരി ഫ്രജൈൽ. ആ കളിപ്പാട്ടങ്ങൾ ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവ വളരെ ദുർബലമാണ്. ഫ്രജൈൽ എന്നാൽ ദുർബലം, ഉറപ്പില്ലാത്തത് എന്നാണ് മീനിങ്. അടുത്ത ചോദ്യം, ഡ്രാമ ഈസ് എ ഗുഡ് മീഡിയം ഫോർ കൺവേയിങ് എ സോഷ്യൽ മെസ്സേജ്. വാട്ട് ആർ ദി ഇഷ്യൂസ് ദാറ്റ് ദ പ്ലേ മദേഴ്സ് ഡേ ഹൈലൈറ്റ്സ്? സാമൂഹിക സന്ദേശം പകരുന്നതിനുള്ള മികച്ചൊരു മാധ്യമമാണ് നാടകം. മദേഴ്സ് ഡേ എന്ന നാടകം ഏതൊക്കെ വിഷയങ്ങളാണ് ഉയർത്തിക്കാട്ടുന്നത്? ഇതിൻ്റെ ആൻസർ മദേഴ്സ് ഡേ എന്ന ചാപ്റ്ററിൻ്റെ സമ്മറി എഴുതി വെച്ചാൽ മതിയാകും. മദേഴ്സ് ഡേയുടെ സമ്മറി നമ്മുടെ ചാനലിലുണ്ട്, അത് എഴുതിയെടുക്കുക. അടുത്ത ചോദ്യം, യു ഹാവ് റെഡ് ആൻ ഇൻട്രസ്റ്റിംഗ് അനക്ഡോട്ട് ബൈ റസ്കിൻ ബോൺ ബേസ്ഡ് ഓൺ ദി ഇൻസെക്ട്സ്, ബേർഡ്സ് ആൻഡ് അതർ വൈൽഡ് ക്രീച്ചേഴ്സ് ദാറ്റ് കെയിം ഇൻ ടു ഹിസ് കോട്ടേജ്. Prepare a description on any one of the creatures that you find interesting. മൈ എക്സെൻട്രിക് ഗസ്റ്റ് എന്ന റസ്കിൻ ബോണ്ട് എഴുതിയ കഥയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിരുന്ന പ്രാണികൾ, പക്ഷികൾ, മറ്റ് വന്യജീവികൾ എന്നിവയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ രസകരമായ അനുഭവം നിങ്ങൾ വായിച്ചതാണ്. അവയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ജീവിയെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കുക. ആൻസർ നോക്കാം. റസ്കിൻ ബോൺ ലിവ്സ് ഇൻ എ സ്മോൾ കോട്ടേജ് ഇൻ ദ ഹിമാലയൻ ഫോറസ്റ്റ്. ഹിമാലയൻ വനത്തിലെ ഒരു ചെറിയ വീട്ടിലാണ് റസ്കിൻ ബോൺ താമസിക്കുന്നത്. ഹി കീപ്സ് ഹിസ് വിൻഡോസ് ഓപ്പൺ ഫോർ ഫ്രഷ് എയർ. ശുദ്ധമായി ലഭിക്കുന്നതിനായി അദ്ദേഹം ജനലുകൾ തുറന്നിടാറുണ്ട്. ബിക്കോസ് ഓഫ് ദിസ് മെനി ബേർഡ്സ്, ആനിമൽസ് ആൻഡ് ഇൻസെക്ട്സ് കം ഇൻ ടു ഹിസ് ഹൗസ്. ജനലുകളും വാതിലുകളും തുറന്നിടുന്നതിനാൽ പല പക്ഷികളും മൃഗങ്ങളും പ്രാണികളും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരും. ഹി കോൾസ് ദം ഹിസ് എക്സെൻട്രിക് ഗേൾസ്. അവയെ അദ്ദേഹം തൻ്റെ വിചിത്രമായ അതിഥികൾ എന്നാണ് വിളിക്കുന്നത്. One night, a bamboo beetle flew into his room. ഒരു ദിവസം രാത്രി ഒരു വണ്ട് അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് പറന്നു വന്നു. The beetle was big and made a buzzing sound like a small helicopter. ആ വണ്ട് ഒരു ചെറിയ ഹെലികോപ്റ്ററിനെ പോലെ മൂളുന്ന ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. It was flying around the room looking for a place to land. വന്നിരിക്കാൻ സ്ഥലം അന്വേഷിച്ച് അത് മുറിക്കുള്ളിൽ പറന്നു നടന്നു. Suddenly, it fell into the water jug with a plop sound. പെട്ടെന്ന് ഒരു ശബ്ദത്തോടെ അത് വെള്ളം നിറച്ച ജഗ്ഗിലേക്ക് വീണു.
ദി ഓതർ ഫെൽ സോറി ഫോർ ദ ബീറ്റൽ. എഴുത്തുകാരന് ആ വണ്ടിനോട് സഹതാപം തോന്നി. ഹി ടുക്ക് ഇറ്റ് ഔട്ട് ഓഫ് ദ വാട്ടർ ആൻഡ് പുഷ്ഡ് ഇറ്റ് ഔട്ട് ഓഫ് ദ വിൻഡോ. അദ്ദേഹം അതിനെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത് ജനലിലൂടെ പുറത്തേക്ക് തള്ളിവിട്ടു. ബട്ട് ദ സില്ലി ബീറ്റൽ കെയിം ബാക്ക് അഗെയിൻ. എന്നാൽ വിഡ്ഢിയായ ആ വണ്ട് വീണ്ടും തിരിച്ചെത്തി. ഇറ്റ് ഫ്ലൂ സ്ട്രെയിറ്റ് ഇൻ ടു ദ സെയിം വാട്ടർ ജഗ്. അത് നേരെ അതേ ജഗ്ഗിലേക്ക് തന്നെ പറന്നു ചെന്നു. ദി ഓതർ സേവ്ഡ് ഇറ്റ് അഗെയിൻ ആൻഡ് ലെറ്റ് ഇറ്റ് ഫ്ലൈ ഫ്രീ. എഴുത്തുകാരൻ അതിനെ വീണ്ടും രക്ഷപ്പെടുത്തി സ്വതന്ത്രമായി പറക്കാൻ വിട്ടു. ബട്ട് ദ ബീറ്റൽ ലവ്ഡ് ദ ലൈറ്റ് ആൻഡ് വാംത്ത് ഓഫ് ദ റൂം. ആ വണ്ടിന് മുറിയിലെ വെളിച്ചവും ചൂടും ഇഷ്ടപ്പെട്ടു. ഇറ്റ് കെയിം ബസ്സിംഗ് ബാക്ക് ആൻഡ് ഫ്ലൂ അറൗണ്ട് ലൈക്ക് ബിഫോർ. വണ്ട് മൂളിക്കൊണ്ട് തിരികെ വരികയും മുൻപ് ചെയ്തതുപോലെ മുറിയിൽ പറന്നു നടക്കുകയും ചെയ്തു. ദിസ് ടൈം ദി ഓതർ ക്വിക്ക്ലി കവേർഡ് ദ വാട്ടർ ജഗ്. ഇത്തവണ എഴുത്തുകാരൻ ജഗ് വേഗം മൂടി വെച്ചു. ദ ബീറ്റിൽ ദെൻ ലാൻഡഡ് ഓൺ എ ബൗൾ ഓഫ് വൈൽഡ് ഡാലിയാസ്. പിന്നീട് ആ വണ്ട് ഡാലിയ പൂക്കൾ വച്ചിരിക്കുന്ന ഒരു പാത്രത്തിൽ വന്നിരുന്നു. ഇറ്റ് കേൾ അപ്പ് ഇൻസൈഡ് എ ഫ്ലവർ ആൻഡ് സ്ലെപ്റ്റ് പീസ്ഫുള്ളി. ഒരു പൂവിനുള്ളിൽ ചുരുണ്ടുകൂടി അത് സമാധാനത്തോടെ ഉറങ്ങി. ഐ ഫൗണ്ട് ദിസ് ബീറ്റിൽ ഫണ്ണി ആൻഡ് ഇൻട്രസ്റ്റിംഗ്. ഈ വണ്ട് വളരെ രസകരമായി എനിക്ക് തോന്നി. ഈവൻ ദോ ദി ഓതർ വാസ് എ ലിറ്റിൽ ആംഗ്രി അറ്റ് ഫസ്റ്റ്, ഹി വാസ് കൈൻഡ് ടു ദ ബീറ്റൽ. ആദ്യം എഴുത്തുകാരൻ കുറച്ച് ദേഷ്യപ്പെട്ടെങ്കിലും പിന്നീട് അദ്ദേഹം വണ്ടിനോട് ദയ കാണിച്ചു. ദിസ് ബീറ്റൽ കെപ്റ്റ് കമ്മിങ് ബാക്ക് ബിക്കോസ് ഇറ്റ് ലൈക്ക് ദ വോം റൂം. ചൂടുള്ള മുറി ഇഷ്ടപ്പെട്ടതുകൊണ്ട് വണ്ട് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നു. ദിസ് ഷോസ് ദാറ്റ് ഈവൻ സ്മോൾ ഇൻസെക്ട്സ് ക്യാൻ ബി ഗസ് ആൻഡ് വി ഷുഡ് ബി കൈൻഡ് ടു ഓൾ ക്രീച്ചേഴ്സ്. ചെറിയ പ്രാണികൾക്ക് പോലും അതിഥികളാകാൻ കഴിയുമെന്ന് ഇത് കാണിച്ചു തരുന്നു. എല്ലാ ജീവികളോടും നമ്മൾ ദയ കാണിക്കണം. അടുത്ത ചോദ്യം. ഇൻ ദ സ്റ്റോറി ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ്, ദ നറേറ്റർ വാസ് ടേക്കൺ അബാക്ക് വെൻ ഹർ ഗ്രാൻഡ് മദർ ടച്ച് ഹർ ഫീറ്റ്. വാട്ട് മൈറ്റ് ഹർ തോട്ട്സ് ഹാവ് ബീൻ? പ്രിപ്പയർ എ ഡയറി എൻട്രി. ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് എന്ന കഥയിൽ മുത്തശ്ശി തൻ്റെ കാൽ തൊട്ട് വണങ്ങുമ്പോൾ എഴുത്തുകാരി അമ്പരന്നു പോയി. ആ പ്രവൃത്തി എഴുത്തുകാരിയിൽ വലിയ അത്ഭുതമുളവാക്കി. അപ്പോൾ എഴുത്തുകാരുടെ മനസ്സിൽ എന്തായിരിക്കും തോന്നിയിട്ടുണ്ടാവുക? ഒരു ഡയറി കുറിപ്പ് തയ്യാറാക്കുക. ഇതിൻ്റെ ആൻസർ ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 2 വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ആ വീഡിയോയിൽ അവസാനം ഈ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കി പഠിക്കുക. അടുത്ത ചോദ്യം. സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് ബൈ ദോസ് ഹു നെവർ സക്സീഡ്. ടു കോംപ്രിഹെൻഡ് എ നെക്ടർ റിക്വയർസ് സോറസ് നീഡ്. വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ദിസ് ലൈൻസ് ബൈ എമിലി ഡിക്കൻസൺ? ഒരിക്കലും വിജയിക്കാത്തവരാണ് വിജയത്തെ ഏറ്റവും മധുരമുള്ളതായി കണക്കാക്കുന്നത്. അമൃത് അല്ലെങ്കിൽ നല്ല ഭക്ഷണത്തിൻ്റെ മാധുര്യം അറിയണമെങ്കിൽ വിശക്കുന്നവനെ മനസ്സിലാകൂ. എമിലി ഡിക്കൻസിൻ്റെ ഈ വരികൾ നൽകുന്ന സന്ദേശം എന്താണ്? ആൻസർ നോക്കാം. എമിലി ഡിക്കൻസൺ സെസ് ദാറ്റ് പീപ്പിൾ ഹു ഫെയിൽ നോ ദ റിയൽ വാല്യൂ ഓഫ് സക്സസ്. പരാജയപ്പെടുന്നവർക്കാണ് വിജയത്തിൻ്റെ യഥാർത്ഥ മൂല്യം അറിയാനാവുക എന്ന് എമിലി ഡിക്കൻസൺ പറയുന്നു. എ പേഴ്സൺ ഹു നെവർ വിൻസ് അണ്ടർസ്റ്റാൻഡ് ഹൗ സ്വീറ്റ് സക്സസ് ഈസ്. ഒരിക്കലും വിജയിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് വിജയത്തിൻ്റെ മാധുര്യം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇറ്റ് ഈസ് ലൈക്ക് എ ഹംഗ്രി പേഴ്സൺ ഹു നോസ് ഹൗ ഗുഡ് ഫുഡ് ടേസ്റ്റ്. നല്ല ഭക്ഷണത്തിൻ്റെ രുചി വിശക്കുന്ന ഒരാൾക്ക് മനസ്സിലാകുന്നത് പോലെയാണത്. So the message is that we understand the true worth of something only when we do not have it. ചുരുക്കി പറഞ്ഞാൽ ഒരു കാര്യം നമ്മുടെ കൈവശം ഇല്ലാതിരിക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ മൂല്യം നാം തിരിച്ചറിയുന്നത് എന്നതാണ് ഇതിലെ സന്ദേശം. അടുത്ത ചോദ്യം. അറ്റംപ്റ്റ് എനി 5 ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 6 സ്കോർസ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 6 മാർക്ക് വീതം. ചോദ്യം നോക്കാം. പ്രിപ്പയർ ആൻ ഒബിച്വറി ഓഫ് M.T. വാസുദേവൻ നായർ ഹു ഹാസ് പാസ്ഡ് അവേ റീസെൻ്റ്ലി. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരനായ M.T. വാസുദേവൻ നായരുടെ ചരമക്കുറിപ്പ് തയ്യാറാക്കുക. ചരമക്കുറിപ്പ് എഴുതാനായി സൂചനകൾ കൊടുത്തിട്ടുണ്ട്. അവ ഉപയോഗിച്ച് എങ്ങനെയാണ് ചരമക്കുറിപ്പ് എഴുതേണ്ടതെന്ന് നോക്കാം. ആൻസർ ഷീറ്റിൻ്റെ 4 സൈഡും വരയ്ക്കുക. ഫോട്ടോ എന്നൊരു ചെറിയ ബോക്സ് വരയ്ക്കുക. അതിന് താഴെ പേരെഴുതുക. സ്ഥലം എഴുതുക. കാലിക്കറ്റ്. Famous writer M.T. വാസുദേവൻ നായർ passed away on 25th December 2024. പ്രശസ്ത എഴുത്തുകാരൻ M.T. വാസുദേവൻ നായർ 2024 ഡിസംബർ 25 അന്തരിച്ചു. He was 91 years old. അദ്ദേഹത്തിന് 91 വയസ്സായിരുന്നു. He died at Baby Memorial Hospital in കോഴിക്കോട്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വെച്ചാണ് അദ്ദേഹം അന്തരിച്ചത്.
ഹിസ് ലാസ്റ്റ് റൈറ്റ്സ് വെയർ ഹെൽഡ് അറ്റ് സ്മൃതിപദം ക്രിമറ്റോറിയം ഇൻ കോഴിക്കോട്ടെ സ്മൃതിപദം ശ്മശാനത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ നടന്നത്. This crematorium is special because it has murals that show the human journey from birth to death. ജനനം മുതൽ മരണം വരെയുള്ള മനുഷ്യൻ്റെ ജീവിതയാത്രയെ ചിത്രീകരിക്കുന്ന ചുവർ ചിത്രങ്ങൾ ഇവിടെയുണ്ട് എന്നതാണ് ഈ ശ്മശാനത്തിൻ്റെ പ്രത്യേകത. M.T. Vasudevan Nair was given honor by the Kerala police during his cremation. M.T. വാസുദേവൻ നായരുടെ സംസ്കാര ചടങ്ങിൽ കേരള പോലീസ് അദ്ദേഹത്തിന് ആദരവർപ്പിച്ചു. He wrote many famous novels, short stories and films in മലയാളം. മലയാളത്തിൽ നിരവധി പ്രശസ്തമായ നോവലുകളും ചെറുകഥകളും ചലച്ചിത്രങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. He won many big awards in his life. അദ്ദേഹം നിരവധി വലിയ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഹി റിസീവ്ഡ് ദ ജ്ഞാനപീഠ് അവാർഡ് ഇൻ 1995. 1995 അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. ഹി ഓൾസോ ഗോട്ട് ദ പത്മഭൂഷൺ ഇൻ 2005. 2005 പത്മഭൂഷൺ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു. വിത്ത് ഹിസ് ഡെത്ത് ഇന്ത്യ ലോസ്റ്റ് എ ഗ്രേറ്റ് സ്റ്റോറി ടെല്ലർ. അദ്ദേഹത്തിൻ്റെ വിയോഗത്തോടെ ഇന്ത്യക്ക് ഒരു മികച്ച എഴുത്തുകാരനെ നഷ്ടമായി. ഹി വിൽ ഓൾവേസ് ബി റിമെമ്പേർഡ് ഫോർ ഹിസ് ബുക്സ് ആൻഡ് ഹിസ് ലവ് ഫോർ കേരള. തൻ്റെ പുസ്തകങ്ങളിലൂടെയും കേരളത്തോടുള്ള സ്നേഹത്തിലൂടെയും അദ്ദേഹം എന്നും ഓർമ്മിക്കപ്പെടും. അടുത്ത ചോദ്യം, അറ്റംപ്റ്റ് എ ക്രിട്ടിക്കൽ അപ്രീഷിയേഷൻ ഓഫ് ദ പോം ദ 7 Ages ഓഫ് മാൻ ബൈ വില്യം ഷേക്സ്പിയർ. വില്യം ഷേക്സ്പിയറുടെ ദ 7 Ages ഓഫ് മാൻ എന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതുക. ഈ ചാപ്റ്ററിൻ്റെ വിവരണം നമ്മുടെ ചാനലിലുണ്ട്. ആവശ്യമുള്ളവർ അത് നോക്കി പഠിക്കുക. അടുത്ത ചോദ്യം, ബ്രിങ് ഔട്ട് ദ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ പ്ലേ മദേഴ്സ് ഡേ വിത്ത് സ്പെഷ്യൽ എംഫസിസ് ഓൺ ദ ക്യാരക്ടർ ഓഫ് മദർ മിസ്സിസ് പിയേഴ്സൺ. മദേഴ്സ് ഡേ എന്ന നാടകത്തിലെ പ്രധാന സവിശേഷതകൾ, പ്രത്യേകിച്ച് അമ്മയായ മിസ്സിസ് പിയേഴ്സന്റെ കഥാപാത്രത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് വിവരിക്കുക. ഇതിൻ്റെ ആൻസർ മദേഴ്സ് ഡേ എന്ന ചാപ്റ്ററിൻ്റെ സമ്മറിയാണ്. ഈ ചാപ്റ്ററിൻ്റെ സമ്മറി നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക, എഴുതിയെടുക്കുക. അടുത്ത ചോദ്യം, റൈറ്റ് എ റിവ്യൂ ഓഫ് ദ ഫിലിം സോങ് മൈ ഹാർട്ട് വിൽ ഗോ ഓൺ സ്ട്രെസ്സിങ് ഇറ്റ്സ് തീം ആൻഡ് ടെക്നിക്കൽ എഫക്ട്സ്. മൈ ഹാർട്ട് വിൽ ഗോ ഓൺ എന്ന പാട്ടിൻ്റെ റിവ്യൂ എഴുതുക. ഇതിൻ്റെ ആൻസറും നമ്മുടെ ചാനലിലുണ്ട്. മുൻപ് എക്സ്പ്ലെയിൻ ചെയ്ത ചോദ്യങ്ങൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല. അടുത്ത ചോദ്യം, ഇമാജിൻ ദാറ്റ് യു ആർ ഗോയിങ് ടു ഇൻ്റർവ്യൂ അടൂർ ഗോപാലകൃഷ്ണൻ. വാട്ട് വുഡ് യു ആസ്ക് ഹിം? പ്രിപ്പയർ 3 questions and 3 likely responses. അടൂർ ഗോപാലകൃഷ്ണനുമായി നിങ്ങളൊരു അഭിമുഖം നടത്താൻ പോകുകയാണെന്ന് സങ്കല്പിക്കുക. അദ്ദേഹത്തോട് നിങ്ങൾ എന്തായിരിക്കും ചോദിക്കുക? 3 ചോദ്യങ്ങളും അവയ്ക്ക് ലഭിക്കാൻ സാധ്യതയുള്ള 3 മറുപടികളും തയ്യാറാക്കുക. ഉത്തരം നോക്കാം. വാട്ട് ഇൻസ്പയർഡ് യു ടു മേക്ക് ദിസ് മൂവി? ഈ സിനിമ ചെയ്യാൻ താങ്കളെ പ്രചോദിപ്പിച്ചത് എന്താണ്? റിയൽ ലൈഫ് ആൻഡ് പീപ്പിൾ അറൗണ്ട് മീ ഇൻസ്പയർഡ് മീ. യഥാർത്ഥ ജീവിതവും എനിക്ക് ചുറ്റുമുള്ള ആളുകളുമാണ് എന്നെ പ്രചോദിപ്പിച്ചത്. നെക്സ്റ്റ് വൺ, ഹൗ ഡു യു കം അപ്പ് വിത്ത് ഐഡിയാസ് ഫോർ യുവർ ഫിലിംസ്? താങ്കളുടെ സിനിമകൾക്കുള്ള ആശയങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഐ ഗെറ്റ് ഐഡിയാസ് ബൈ റീഡിംഗ് ബുക്സ് ആൻഡ് വാച്ചിങ് ഡെയിലി ലൈഫ് ക്ലോസ്ലി. പുസ്തകങ്ങൾ വായിച്ചും ദൈനംദിന ജീവിതം സൂക്ഷ്മമായി നിരീക്ഷിച്ചുമാണ് എനിക്ക് ആശയങ്ങൾ ലഭിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഹൗ ഡു യു ചൂസ് ദ ആക്ടേഴ്സ് ഫോർ യുവർ മൂവി? താങ്കളുടെ സിനിമയിലേക്ക് അഭിനേതാക്കളെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? ഐ ചൂസ് ആക്ടേഴ്സ് who look and feel right for the role, not famous stars. പ്രശസ്തരായ താരങ്ങളെയല്ല, മറിച്ച് ആ വേഷത്തിന് അനുയോജ്യരായ അഭിനേതാക്കളെയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് മെസ്സേജ് ഡു യു വോണ്ട് പീപ്പിൾ ടു ടേക്ക് എവേ ഫ്രം യുവർ ഫിലിം? താങ്കളുടെ സിനിമയിൽ നിന്ന് ആളുകൾ എന്ത് സന്ദേശം ഉൾക്കൊള്ളണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ഐ വോണ്ട് മൈ ഫിലിം ടു മേക്ക് പീപ്പിൾ തിങ്ക്. എൻ്റെ സിനിമ ആളുകളെ ചിന്തിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ചോദ്യം, മൈക്കിൾ സ്റ്റോറി ഈസ് എ വിക്ടറി ഓഫ് ഹിസ് പാരൻസ്. ഡു യു ഹാവ് എനി സച്ച് എക്സ്പീരിയൻസ് വെൻ യുവർ പാരൻസ് സ്റ്റുഡ് ബൈ യു വെൻ യു ഫേസ്ഡ് എ ക്രൈസിസ്? പ്രിപ്പയർ എ പേഴ്സണൽ റൈറ്റ് അപ്പ് ഓൺ ദ സപ്പോർട്ട് പ്രൊവൈഡഡ് ബൈ യുവർ പാരൻസ്. മൈക്കിൾ സ്റ്റോണിൻ്റെ കഥ അവൻ്റെ മാതാപിതാക്കളുടെ വിജയമാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാതാപിതാക്കൾ നിങ്ങൾക്ക് പിന്തുണ നൽകിയ സമാനമായ എന്തെങ്കിലും അനുഭവം നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ മാതാപിതാക്കൾ നൽകിയ പിന്തുണയെക്കുറിച്ച് വ്യക്തിപരമായൊരു കുറിപ്പ് തയ്യാറാക്കുക. ഇത് ട്രൂ ഹൈറ്റ് എന്ന ചാപ്റ്ററിലെ ചോദ്യമാണ്. ഈ ചാപ്റ്ററിൻ്റെ ചോദ്യോത്തരങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതിൽ ഇതിൻ്റെ ഉത്തരമുണ്ട്. അത് നോക്കി പഠിക്കുക. Attempt any 2 of the following questions. Each question carries 8 scores.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെങ്കിലും 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും 8 മാർക്ക് വീതം. ചോദ്യം നോക്കാം. യു ആർ ദ സ്പോർട്സ് റിപ്പോർട്ടർ ഓഫ് ആൻ ഇംഗ്ലീഷ് ഡെയിലി. റൈറ്റ് ദ ന്യൂസ് റിപ്പോർട്ട് അബൌട്ട് ദ റിട്ടയർമെൻറ്റ് ഓഫ് സച്ചിൻ ടെണ്ടുൽക്കർ ഫ്രം ഓൾ ഫോംസ് ഓഫ് ക്രിക്കറ്റ് വിച്ച് വാസ് ഡ്യൂ ടു ബി പബ്ലിഷ്ഡ് ഓൺ 17 നവംബർ 2013. നിങ്ങളൊരു ഇംഗ്ലീഷ് പത്രത്തിൻ്റെ സ്പോർട്സ് റിപ്പോർട്ടറാണെന്ന് സങ്കല്പിക്കുക. ക്രിക്കറ്റിൽ നിന്നും സച്ചിൻ ടെണ്ടുൽക്കർ വിരമിക്കുന്നതിനെക്കുറിച്ച് 2013 നവംബർ 17 പ്രസിദ്ധീകരിക്കാനായി ഒരു വാർത്താ റിപ്പോർട്ട് എഴുതുക. ഇതിൻ്റെ ആൻസർ 2026 അക്ഷര കൈരളി ഇംഗ്ലീഷ് ചോദ്യപേപ്പറിൻ്റെ വീഡിയോയിലുണ്ട്. അത് നോക്കി പഠിക്കുക. അടുത്ത ചോദ്യം. ദ യങ് ജനറേഷൻ nowadays has little interest in nature and living beings that we find around them. iPods, mobile phones and laptops have become their dear friends and they love to live in a world of our own. Prepare a speech to be delivered at the school assembly on the topic Love of Nature and its Beings on World Environment Day. ഇന്നത്തെ തലമുറയ്ക്ക് തങ്ങൾക്ക് ചുറ്റുമുള്ള പ്രകൃതിയോടും ജീവജാലങ്ങളോടും വലിയ താല്പര്യമില്ല. ഐപോഡുകളും മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളുമാണ് അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ. സ്വന്തമായൊരു ലോകത്ത് ജീവിക്കാനാണ് അവർക്കിഷ്ടം. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സ്കൂൾ അസംബ്ലിയിൽ അവതരിപ്പിക്കാനായി പ്രകൃതിയെയും ജീവജാലങ്ങളെയും സ്നേഹിക്കുക എന്ന വിഷയത്തിൽ ഒരു പ്രസംഗം തയ്യാറാക്കുക. ഇതിൻ്റെ ഉത്തരം മൈ എക്സെൻട്രിക് ഗസ്റ്റ് എന്ന ചാപ്റ്ററിൻ്റെ ചോദ്യോത്തരങ്ങൾ എന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതിൽ നോക്കി പഠിക്കുക. സ്ഥിരം ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. അടുത്ത ചോദ്യം. റീഡ് ദ ഫോളോയിങ് പോം ദ സാൻസ് ഓഫ് ഡി ആൻഡ് കമ്പയർ ഇറ്റ് വിത്ത് ദ പോം ദ 7 ഏജസ് ഓഫ് മാൻ. താഴെ കൊടുത്തിരിക്കുന്ന ദ സാൻസ് ഓഫ് ഡി എന്ന കവിത വായിക്കുക. ദ 7 ഏജസ് ഓഫ് മാൻ എന്ന കവിതയുമായി താരതമ്യം ചെയ്ത് എഴുതുക. ഇതാണ് ദ സാൻസ് ഓഫ് ഡി എന്ന കവിത. ഇത് നിങ്ങൾക്ക് പഠിക്കാനില്ലാത്തൊരു കവിതയാണ്. ദ 7 ഏജസ് ഓഫ് മാൻ എന്ന കവിത നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. ഇത്തരം ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇതുതന്നെ പരീക്ഷയ്ക്ക് വരണം എന്നുമില്ല. ഈ ചോദ്യത്തിൻ്റെ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദ 7 ഏജസ് ഓഫ് മാൻ എന്ന ചാപ്റ്ററിൻ്റെ മലയാള വിവരണം നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ചില ചോദ്യപേപ്പറുകളിൽ നിങ്ങൾക്ക് പഠിക്കാനില്ലാത്ത കവിതയുടെ ഹിൻസ്, സൂചനകൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ടാകും. കുറച്ചൊക്കെ സ്വന്തമായി എഴുതാൻ കഴിവുള്ളവർ ഇത് ഉപയോഗിച്ച് എഴുതുക. 2025 +2 തുല്യത ഇംഗ്ലീഷ് ചോദ്യപേപ്പറിൻ്റെ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്